ഹലോ, എല്ലാവരും അപ്പോൾ കളങ്കാവിൽ മൂവിയൊക്കെ പോയി കണ്ടായിരുന്നു. ഞാൻ റിലീസായതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി കണ്ടു കേട്ടോ. റിവ്യൂ ഇടാനായിട്ട് പെട്ടെന്ന് മറന്നുപോയി. വേറെ ഒന്നല്ല, കുറേ തിരക്കുകളിൽ പെട്ടുപോയിട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണാം, മസ്റ്റ് വാച്ചാണ്. മമ്മൂക്കയും പിന്നെ നമ്മുടെ ആരാണ് വിനായകൻ ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല. ശരിക്കും ഇവർ എക്സ്ചേഞ്ച് ചെയ്താണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ശരിക്കും മമ്മൂക്കയുടെ റോള് വിനായകൻ ചെയ്ത റോളാണ്, വിനായകൻ ചെയ്ത റോള് മമ്മൂട്ടി റോളാണ്. ശരിക്കും അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്താണ്, മമ്മൂട്ടി എന്നെ സെലക്ട് ചെയ്താണ് നെഗറ്റീവ് ഷെയ്ഡുള്ള റോള് മതി എന്നുള്ള കാര്യം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വേറൊരു ലുക്കാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മൾ വെറുത്തു പോകും, അമ്മാതിരി ഒരു ലുക്കാണ്. അങ്ങനെ നമ്മൾ വെറുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പറായിരിക്കണ്ടേ. അപ്പോൾ എല്ലാവരും പോയി കാണാം, തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരും, അതിന് നല്ലതൊക്കെ തിയേറ്ററിൽ പോയി കാണാം, എക്സ്പീരിയൻസ് ആസ്വദിക്കുക. അതാണ് നമുക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്കൊരു ഒരു ഫീല് കിട്ടുന്നത് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ്. അല്ലെങ്കിൽ ചുമ്മാ ഫോണിൽ ടി വിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടില്ല, ആ ഒരു പവർ കിട്ടില്ല. അപ്പോൾ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രോഗമൊക്കെ ആയിട്ട് ആള് പോയി തിരിച്ചു വന്നു വളരെ പവർഫുള്ളായിട്ട്. അപ്പോൾ മമ്മൂട്ടി യുഗം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും പോയി കാണാം, അടിപൊളി ഫിലിമാണ് കേട്ടോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്തായാലും പോയി സിനിമ കാണണമല്ലോ. അപ്പോൾ മസ്റ്റ് വാച്ചാണ് കേട്ടോ, ഇതിലൊരു അങ്ങാടും ഇങ്ങോട്ടും ഇല്ല, അടിപൊളി സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ.